ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം. BFO ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഈ തിന്മയുടെ ചതുഷ്കോണം അറിയാമായിരിക്കും. ഓക്കെ, തിന്മയുടെ ചതുഷ്കോണം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ ഓരോന്നായിട്ട് നോക്കാം പിള്ളേരെ. ആവാസനാശവും വിഭജനവും തിന്മയുടെ ചതുഷ്കോണത്തിൽ വരുന്ന കാര്യം തന്നെയാണ്. ആവാസനാശവും വിഭജനവും വരുന്നതാണ്. അമിത ചൂഷണവും വരുന്നതാണ്. ഓക്കെ, അന്യദേശ ജീവികളുടെ വംശനാശം, അന്യദേശത്തു നിന്നുള്ള ജീവികളുടെ വംശനാശം അത് വരുന്നില്ല. സഹവംശനാശം വരുന്നുണ്ട്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ആവാസനാശവും വിഭജനവും വരുന്നുണ്ട്. വ്യവസായവൽക്കരണവും നഗരാസൂത്രണവും വരുന്നില്ല. അന്യദേശ ജീവികളുടെ അധിനിവേശം വരുന്നുണ്ട്. വേട്ടയാടലും കൃഷിയും വരുന്നില്ല. തിന്മയുടെ ചതുഷ്കോണം ഏതെന്ന് കേട്ടാൽ ഇപ്പോഴേ പഠിച്ചോ. ഇത് സാധാരണ നമ്മുടെ BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. BFO സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ് തിന്മയുടെ ചതുഷ്കോണവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ കണ്ടു കാണും. ഓക്കെ അല്ലേ? പക്ഷെ ഇത് നമുക്ക് ജനറൽ ടോപ്പിക്കിൽ കയറി ചോദിച്ചു. അതായത് 50 മാർക്കിൽ ജനറൽ ടോപ്പിക്ക് വരുന്ന ഏരിയയിൽ എക്കോളജി എന്ന് ചോദ്യം വന്നു. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി അങ്ങോട്ട് എവിടെ വേണോ ഈ ചോദ്യം വരാം. മനസ്സിലായ? ഒരു തവണ ചോദ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എവിടെ വേണം ചോദ്യം വരാം. തിന്മയുടെ ചതുഷ്കോണം, ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണമായിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണം എന്ന് പറയുന്നത് ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം. ഈ പറയുന്ന 4 കാര്യങ്ങൾ, തിന്മയുടെ ചതുഷ്കോണം ഈ 4 കാര്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഒന്ന് ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം. എഴുതി വെക്കുക. 1-2 തവണ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ രീതിയിൽ ഈ പാറ്റേണിൽ ചോദ്യം ഇനി വന്നാൽ ഇത് എഴുതാൻ പറ്റണം. ഇത് ഒരുപാട് ആൾക്കാര് ഒന്ന് വായിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ട ഉത്തരമാണ്. പക്ഷേ ഈ വ്യവസായവൽക്കരണം, നഗരാസൂത്രണം, വേട്ടയാടൽ, കൃഷി ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും പിള്ളേരെ. കൺഫ്യൂഷൻ വരും. അതായത് എഴുതാൻ പറ്റത്തില്ല, പെട്ടെന്ന് എഴുതാൻ പറ്റത്തില്ല. 1-2 ഓപ്ഷനൊക്കെ വായിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഈ 4 എണ്ണം ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കിട്ടാതെ വരും. അതുകൊണ്ട് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സാം എഴുതിയ കുട്ടികൾക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ വന്ന് കാണും. ഓക്കെ, ക്ലീൻ പറഞ്ഞിരുന്ന് കാണും കുറച്ചു നേരം. ഓക്കെ, കുറച്ചു നേരം വായിച്ചൊക്കെ ഇരുന്ന് കാണും. ഉത്തരം ശരിയാക്കിയ ആൾക്കാരുണ്ടോ? പരീക്ഷ എഴുതിയപ്പോഴോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്തപ്പോഴോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോഴോ ഇത് ശരിയാക്കിയ ആൾക്കാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പരീക്ഷ എഴുതിയപ്പോഴോ റിവിഷൻ ചെയ്തപ്പോഴോ ശരിയാക്കി ആരെങ്കിലും ഉണ്ടോ പിള്ളേർ? ആരെങ്കിലും ഉണ്ടോ? എനിവൺ ശരിയാക്കിയ ആൾക്കാരുണ്ട്. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്രില്യന്റ് കുട്ടികളാണ് കേട്ടോ. ഓക്കെ, കിട്ടണം. ഓക്കെ, അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. അറ്റൻഡ് അറിയില്ല. പരീക്ഷ നടന്നിട്ട് 4 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇതുവരെ നിങ്ങൾ ഉത്തരം പോലും എടുത്ത് നോക്കിയില്ലേ പിള്ളേർ? ഇങ്ങനെ ഒരു വെറൈറ്റി ചോദ്യം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ഉത്തരം പോലും എടുത്ത് നോക്കിയില്ല. അത് മോശമായി പോയി കേട്ടോ. ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയണ കാര്യമാണ്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ട കാര്യം നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടില്ലേ? എന്താ ഇതായിട്ട് പറയുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണ്ടേ? പിന്നെ ചെയ്ത് നോക്കണ്ടേ? ഓക്കെ, നമുക്ക് പരീക്ഷ ഉണ്ടോ ഇല്ലെന്നല്ല നമ്മൾ ചെയ്ത് നോക്കിയത്. നമ്മളതിന്റെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡേറ്റയൊക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ ആണ്? നോക്കാം. ഒരു സ്വയം പ്രതിരോധ രോഗമാണ് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണൽ വൈകല്യം എന്നൊക്കെ നമുക്ക് പറയും. എന്താണ് കുട്ടികളെ ഈ സ്വയം പ്രതിരോധ രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാവോ? എന്താണ് സ്വയം പ്രതിരോധ രോഗം എന്ന് പറയുന്നത്? എന്താണ് സ്വയം പ്രതിരോധ രോഗം എന്ന് പറയുന്നത്?
എടാ, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടല്ലേ, നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ആ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തില് ഏതെങ്കിലും ഭാഗങ്ങളെ ആക്രമിക്കുകയും അതിൽ തകരാറ് വരുത്തുകയും ചെയ്യും. അതിനെയാണ് ഈ സ്വയം പ്രതിരോധ രോഗം എന്ന് പറയുന്നത്. മനസ്സിലായ? അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിച്ചിട്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും കുട്ടികളെ? ഈ പറയുന്ന ആ ഒരു സംവിധാനത്തെ അങ്ങ് തകരാറിലാക്കും. അതാണ് സ്വയം പ്രതിരോധ രോഗം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചില ആൾക്കാരുടെ ദേഹത്ത് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ മുടി പോയിരിക്കുന്നത്, താടിയിലൊക്കെ റൗണ്ട് ഷേപ്പിൽ പാച്ചസ് വന്നിരിക്കുന്നത്, അലോപേഷ്യ ഏരിയോട്ട എന്ന് പറയും. ഓക്കെ അല്ലേ? ആ കണ്ടീഷനൊക്കെ നമ്മൾ ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസുകളാണ്. മനസ്സിലായ കുട്ടികളെ? അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു സ്വയം പ്രതിരോധ രോഗം ഏതെന്നാണ് ചോദ്യം. മയോട്ടോണിക് ഡിസ്ട്രോഫി ഉണ്ട്, തലസീമിയ ഉണ്ട്, ഫൈനൽ കീറ്റോണൂറിയ ഉണ്ട്, മയാസ്തേനിയ ഗ്രേവിസ് ഉണ്ട്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മയാസ്തേനിയ ഗ്രേവിസ് ആണ് ആൻസർ. എന്താ കുട്ടികളെ? മയാസ്തേനിയ ഗ്രേവിസ് ആണ് ആൻസർ കേട്ടോ. മയാസ്തേനിയ ഗ്രേവിസ് ആണ് ആൻസർ. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചു കേൾക്കുക. മയാസ്തേനിയ ഗ്രേവിസ് എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അസറ്റൈൻ കോളിൻ അസറ്റൈൻ കോളിൻ എന്ന് കേട്ടോട്ടില്ല? അസറ്റൈൻ കോളിൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അസറ്റൈൻ കോളിൻ എന്താണ്? ഈ അസറ്റൈൻ കോളിൻ എന്ന് പറയുന്നത്, അസറ്റൈൻ കോളിൻ എന്ന് വെച്ചാൽ എന്താണ് കുട്ടികൾ? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലേ? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നമ്മൾ അതിനെ നാഡീയ പ്രേഷകം എന്ന് പറയും. എന്താ കുട്ടികളെ? നാഡീയ പ്രേഷകം എന്ന് പറയും. ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു നാഡീയ പ്രേഷകം എന്ന് പറയും കേട്ടോ. അപ്പൊ ഈ മയാസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്ന രോഗം വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ മയ എന്ന പേര് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ബാധിക്കുന്നത് എന്തിനെയാണ്. മയ എന്ന പേര് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ബാധിക്കുന്നത് പേശികളെയാണ് ബാധിക്കുന്നത്. മയ എന്ന പേര് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇത് ബാധിക്കുന്നത് പേശികളെയാണ് ബാധിക്കുന്നത്. മസിൽസിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ പേശികളുടെ ചലനത്തിന് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ഒന്നാണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്. ആ അസറ്റൈൽ കോളിനെ നശിപ്പിക്കുന്നു. ഇത് കാരണം പേശികൾക്ക് തളർച്ച, പേശികൾക്ക് ബലക്കുറവ് എന്നിവ ഉണ്ടാകും. അതാണ് മയാസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. മനസ്സിലായ? എന്താണ് മയാസ്തേനിയ ഗ്രേവിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പേശികളെ ബാധിക്കുന്ന ഒരു സ്വയം പ്രതിരോധ രോഗമാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണ് എന്ന് പറയുന്ന കുട്ടികളെ മയാസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. നമ്മുടെ പേശികളുടെ ചലനത്തിന് സഹായിക്കുന്ന അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന നാഡീയ പ്രേഷകം, ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ അല്ലേ? ഈ നാഡീയ പ്രേഷകങ്ങൾക്കനുസരിച്ചല്ലേ കുട്ടിയുടെ നമ്മളെ ശരീരചലനം സംഭവിക്കുന്നത് അല്ലേ? ഇപ്പം കൈ ഇങ്ങനെ അനക്കുന്നു. ഇപ്പം നമ്മളിപ്പം പേന എടുത്ത് നമ്മൾ എഴുതുന്നു. ഈ പേന എടുത്ത് എഴുതാനായിട്ട് നമ്മുടെ ബ്രെയിന് നമുക്ക് മെസ്സേജ് തരുന്ന സമയത്ത് നമ്മുടെ മസിൽസും നമ്മുടെ ബോൺസും കൂടെ ചേർന്ന് പ്രവർത്തിച്ചില്ല. അതായത് അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിച്ചല്ലേ കുട്ടികളെ? അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിച്ചിട്ടല്ലേ നമ്മുടെ ചലനം സാധ്യമാകുന്നത്? പറഞ്ഞേ അല്ലേ? അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ്, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ചലനം സാധ്യമാകുന്നത്. കറക്റ്റാണേ? ഓക്കെ. അപ്പൊ ഈ പറയുന്ന ചലനം, പേശികളുടെ ചലനത്തിന് ആവശ്യമായിട്ടുള്ള മെസ്സേജ് കൊണ്ടുവരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അസറ്റൈൽ കോളിൻ, ആ അസറ്റൈൽ കോളിനെ നശിപ്പിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ അസറ്റൈൽ കോളിനെ നശിപ്പിക്കുകയും തുടർന്ന് നമുക്ക് പേശിക്ക് തളർച്ചയും ബലക്കുറവും ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ? മയാസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ?
നിങ്ങൾ ഈ സമന്ത സിനിമ നടി സമന്തയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സമന്ത അവർക്ക് ഇതേപോലെ മറ്റൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്, പേശികളെ ബാധിക്കുന്നത്. അതായത് ഈ പറയുന്ന പേശികളില് ഇൻഫ്ലമേഷനും, അതായത് പേശികളിൽ നീർക്കെട്ടിനും പെയിനിനും വീക്ക്നെസ്സിനും ഒക്കെ കാരണമാകുന്ന ഒരു കണ്ടീഷൻ അവർക്കുണ്ട്. ഓക്കെ, അത് മയോസ്റ്റിസ് എന്നാണ് അതിനെ പറയുന്നത്. മയോസിറ്റിസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അതും ഈ പറയുന്ന മയോസ്റ്റിസ് എന്ന് പറയുന്ന രോഗവും ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങൾ സമന്തയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സമന്ത അങ്ങനെ ഒരു കണ്ടീഷനോട് അവർ കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ അവർ എന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. മയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഈ മയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാല് ഈ പറയുന്ന നമ്മുടെ മസിൽസില് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ നീര് കെട്ടിക്കിടക്കും, മസിൽസില് വീക്ക്നെസ് ഉണ്ടാകും, പെയിൻ ഉണ്ടാകും. നമുക്ക് ചിലപ്പം ഈ ഒരു കണ്ടീഷൻ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചലനങ്ങൾ പോലും നമുക്ക് വേദന ഉള്ളതായി മാറും. അപ്പൊ അതിനെ പറയുന്ന പേര് മയോസ്റ്റിസ് എന്നാണ് കേട്ടോ. എന്താ കുട്ടികളെ? മയോസ്റ്റിസ് എന്നാണ് അതിനെ പറയുന്നത്. മയോസ്റ്റിസ് എന്ന് പറയുന്നതും ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ്. മയോസ്റ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായ കുട്ടികളെ? ഇനിയുള്ളത് 3 രോഗങ്ങളാണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി, ഇതൊരു ജനിതക രോഗമാണ്. തലസീമിയ, കുറച്ചു പേർക്കെങ്കിലും തലസീമിയെ കുറിച്ച് അറിയായിരിക്കും. തലസീമിയെ കുറിച്ച് കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. തലസീമിയെ കുറിച്ച്. തലസീമിയ എന്താ കുട്ടികളെ? തലസീമിയ എന്താണ്? തലസീമിയെ കുറിച്ച് അറിയാന്നുള്ളത് പറഞ്ഞ. തലസീമിയ എന്താ? തലസീമിയ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. തലസീമിയ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല തലസീമിയ എന്താണെന്ന്. തലസീമിയ എന്ന് പറഞ്ഞാലും ഒരു ജനിതക രോഗം തന്നെയാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഒരു ജനിതക രോഗം തന്നെയാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ശരീരത്തില് ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡിന് നിറം നൽകുന്ന അല്ലെങ്കിൽ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഘടകമാണ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് കാരണമായിട്ടുള്ള ജീനുകൾ തകരാറിലാകുന്ന രോഗമാണ് തലസീമിയ എന്ന് പറയുന്നത്. മറക്കരുത്. ഓക്കെ, തലസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനിതക രോഗമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ തലസീമിയ എന്ന് പറയുന്ന ജനിതക രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ തകരാറിലാകും. അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറയും. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന രോഗം ഏതാ കുട്ടികളെ? ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കണ്ടീഷന്റെ പേരെന്താണ്? രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കണ്ടീഷന്റെ പേരെന്താണ്? അനീമിയ. അപ്പൊ അത് അനീമിയക്ക് കാരണമാകും. അപ്പൊ തലസീമിയ വന്നു കഴിഞ്ഞാൽ കാലക്രമേണ അത് അനീമിയക്ക് കാരണമായി മാറുന്നു. ഓക്കെ, അപ്പൊ തലസീമിയ ഇമ്പോർട്ടന്റ് ആണ്. തലസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനിതക രോഗം. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ തകരാറിലാകുന്നു. തുടർന്ന് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലം അനീമിയ എന്ന കണ്ടീഷൻ വരുന്നു. അനീമിയയുടെ മലയാളമാണ് വിളർച്ച. എന്ത് കുട്ടികളെ? വിളർച്ച. അപ്പൊ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു ജനിതക രോഗമാണ് എന്ന് പറയുന്നത് തലസീമിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ ഫൈനൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തെ, ഉപാപചയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു ജനിതക രോഗമാണ്. എന്ന് പറയുന്ന കുട്ടികളെ ഫൈനൽ കീറ്റോനൂറിയ. ഉപാപചയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു ജനിതക രോഗമാണ് ഏത് കുട്ടികളെ? ഫൈനൽ കീറ്റോനൂറിയ. മെറ്റബോളിസത്തെ ബാധിക്കുന്ന ജനിതക രോഗമാണ് ഫെനൈൽ കീറ്റോനൂറിയ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ശരി. അപ്പൊ ഈ പറയുന്ന 4 രോഗങ്ങൾ നിങ്ങൾ പേര് മനസ്സിലാക്കുക. മയേസ്തേനിയ ഗ്രേവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താണ് കുട്ടികളെ? അതൊരു സ്വയം പ്രതിരോധ രോഗമാണ്. ഫെനൈൽ കീറ്റോനൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ഉപാപചയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ജനിതക രോഗമാണ്.
തലസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനെ ബാധിക്കുന്ന ജനിതക രോഗമാണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ പേശികളെ ബാധിക്കുന്ന ജനിതക രോഗമാണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കുന്ന അനുസരിച്ച് മറുപടി പറയുക. അതുപോലെ മയോസിസും എന്താണ്? മയോസിസും എന്താണ്? അതൊരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണ്. ആലോപേഷ്യ ഏരിയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ ഹെയർ ഫോളിക്കിൾസിനെ ബാധിക്കുന്ന ഒരു ജനിതക രോഗമാണ്, ഒരു സ്വയം പ്രതിരോധ രോഗമാണ് അലോപേഷ്യ ഏരിയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഫോളിക്കിൾസിനെ ബാധിക്കുന്ന ഒരു ജനിതക രോഗമാണ് കേട്ടോ. ഓക്കെ അല്ലേ? ചോദിക്കുന്ന കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറുപടി തരണേ. ഡൗട്ടല്ലേ? ഡൗട്ട് ഉണ്ടോടായി? ഓക്കെ ആണോ? ഇല്ല. ഓക്കെ. വളരെ ആൽബിനിസം എന്ത് തരം രോഗമാണ്? പറഞ്ഞേ. ആൽബിനിസം എന്ത് തരം രോഗമാണ്? ആൽബിനിസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില വീട്ടിലൊക്കെ ഉള്ള ആൾക്കാര് പൂർണ്ണമായിട്ടും അവരെന്തായിട്ടിരിക്കും? ഒരു സാധാരണ സ്കിൻ ടോൺ അല്ലാതെ ഒരു പ്രത്യേക കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരെ. ആൽബിനിസം. പിള്ളേരെ, ആൽബിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനിതക രോഗമാണ്. ആൽബിനിസം ഒരു ജനിതക രോഗമാണ്. പിള്ളേരെ, മെലാനിന്റെ നിർമ്മാണം, നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് എന്ന് പറയുന്ന കുട്ടികളെ മെലാനിൻ എന്ന് പറയുന്നത്. ഈ മെലാനിന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ വൈകല്യം മെലാനിന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ വൈകല്യം കാരണമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ഏതാ കുട്ടികളെ? ആൽബിനിസം ഒരു ജനിതക രോഗമാണ്. സ്കിന്നിന് നിറം നൽകുന്ന മെലാനിന്റെ നിർമ്മാണത്തെ സഹായിക്കുന്ന ജീനുകളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ആൽബിനിസം എന്ന് പറയുന്ന രോഗം. ഓക്കെ അല്ലേ? ഓക്കെ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ. ഡൗൺ സിൻഡ്രോമും എന്താണ് കുട്ടികളെ? ഡൗൺ സിൻഡ്രോം അതും ജനിതക രോഗമാണ്. ടർണേ സിൻഡ്രോം ജനിതക രോഗമാണ്. ഡൗൺ സിൻഡ്രോം, ടർണേ സിൻഡ്രോം ഇതൊക്കെ എന്താണ് കുട്ടികളെ? ജനിതക രോഗങ്ങളാണ്. ആൽബിനിസം ജനിതക രോഗമാണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി ഈ മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആ പ്രോട്ടീനിന്റെ നിർമ്മാണ തകരാറിലാകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗമാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. കേട്ടോ. ഓക്കെ അല്ലേ? ലെഫ്റ്റ് ആയിക്കോ. അപ്പം ഈ പറഞ്ഞ ജനിതക രോഗങ്ങൾ നോട്ട് ചെയ്യുക. 1 മയോട്ടോണിക് ഡിസ്ട്രോഫി, 2 തലസീമിയ, ഫെനൈൽ കീറ്റോണൂറിയ, ആൽബിനിസം, ഡൗൺ സിൻഡ്രോം, ടർണേ സിൻഡ്രോം. പിന്നെ നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കുന്ന ജനിതക രോഗങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. സ്ഥിരം ചോദിക്കുന്ന ജനിതക രോഗങ്ങൾ ഏതൊക്കെയാ കുട്ടികളെ? സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗമാണ്. അതുപോലെ തന്നെ ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗം, ഹീമോഫീലിയ ഒരു ജനിതക രോഗം. സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ തുടങ്ങിയവ ജനിതക രോഗങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ 8 ജനിതക രോഗങ്ങളുടെ പേരിവിടെ പറഞ്ഞു. പേരുകളൊന്നുകൂടെ പറയണോടെ? ജനിതക രോഗങ്ങളുടെ പേരൊന്നുകൂടെ പറയണോ? ജനിതക രോഗങ്ങൾ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ.
നോട്ട് ചെയ്ത് വെച്ചോ. ജനിതക രോഗങ്ങള് മയോട്ടോണിക് ഡിസ്ട്രോഫി അല്ലെ, ഒന്നാമത് നമ്മൾ പഠിച്ചത് മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ്. പേശികളെ ബാധിക്കുന്ന ജനിതക രോഗമാണ്. പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ നിർമ്മാണം തകരാറിലാകുന്ന ജനിതക രോഗമാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. തലസീമിയ, രണ്ടാമത് പഠിച്ച ജനിതക രോഗമാണ് തലസീമിയ. തലസീമിയ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ തകരാറിലാകുന്നതാണ് തലസീമിയ. ഫെനൈൽ കീറ്റോനൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു ജനിതക രോഗമാണ് ഫെനൈൽ കീറ്റോനൂറിയ. ആൽബിനിസം, സ്കിന്നിന് നിറം നൽകുന്ന മെലാനിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ തകരാറിലാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ആൽബിനിസം. ഡൗൺ സിൻഡ്രോം ജനിതക രോഗമാണ്. ടർണേ സിൻഡ്രോം ജനിതക രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ ജനിതക രോഗമാണ്. ഹീമോഫീലിയ ജനിതക രോഗമാണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഞാൻ മറ്റൊരു രോഗം ഇവിടെ ചോദിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയണം. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന രോഗമാണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഏത് കാറ്റഗറിയിൽ വരുന്ന രോഗമാണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഏത് കാറ്റഗറിയിൽ വരുന്ന രോഗമാണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് 10ാം ക്ലാസ് SCRT ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം പ്രതിരോധ രോഗമാണ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വയം പ്രതിരോധ രോഗമാണ്. ഓക്കെ അല്ലേ? ടൈപ്പ് 1 പ്രമേഹം ഞാൻ പറയുന്നു. ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗമാണെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗമാണെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? പ്രമേഹം ടൈപ്പ് 1. യെസ്. ടൈപ്പ് 1 ഉണ്ടാകുന്നത് നമ്മുടെ ലിംബോസൈറ്റുകൾ പോയിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുമ്പോഴാണ്. ലിംബോസൈറ്റുകള് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ നശിപ്പിക്കുമ്പോഴാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാവുന്നത്. സോ ടൈപ്പ് 1 പ്രമേഹം എന്താണ് കുട്ടികളെ? സ്വയം പ്രതിരോധ വൈകല്യമാണ്. നിങ്ങൾ സോറിയാസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? സോറിയാസിസ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? സോറിയാസിസ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? സോറിയാസിസ് രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഇതും ഞാൻ പറയുന്നു. സോറിയാസിസ് രോഗവും ഒരു സ്വയം പ്രതിരോധ രോഗമാണെന്ന് ഞാൻ പറയുന്നു. സോറിയാസിസ് ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സോറിയാസിസ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. എന്താ കുട്ടികളെ? മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഓക്കെ അല്ലേ? നിങ്ങള് മയലിൻ എന്ന് കേട്ടുണ്ടാ? മയലിൻ എന്ന് കേട്ടുണ്ടാ? മയലിൻ ഷീത്ത് എന്ന് കേട്ടുണ്ടോ കുട്ടികളെ? മയലിൻ ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തലച്ചോറിലെയും അതുപോലെ തന്നെ സുഷുമ്നയിലെയും നാഡീകോശങ്ങളെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു ആവരണമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഈ പറയുന്ന മയലിനെ അല്ലെങ്കിൽ മയലിൻ ഷീത്തിനെ ആക്രമിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന സ്വയം പ്രതിരോധ രോഗമായി അറിയപ്പെടുന്നത്.
ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസുകളാണ് പറഞ്ഞത്. മയാസ്തേനിയ ഗ്രേവിസ് 1, മയാസ്തേനിയ ഗ്രേവിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ അല്ലേ? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജോയിന്റുകളില്ലേ പിള്ളേരെ, ജോയിന്റുകള് നമ്മളിപ്പോ ബോൺസിനിടയിൽ ജോയിന്റുകൾ ഉണ്ടാവുമല്ലോ, ആ ജോയിന്റുകളിലെ കാർട്ടിലേജ്, ആ ജോയിന്റുകളിലെ കാർട്ടിലേജുകളെയും സൈനോവിയൽ ദ്രവങ്ങളെയും എന്ത് ചെയ്യും? നമ്മുടെ പ്രതിരോധ സംവിധാനം നശിപ്പിക്കും. മനസ്സിലായോ? നമ്മുടെ സന്ധികളിൽ അല്ലെങ്കിൽ ജോയിന്റുകളിലുള്ള കാർട്ടിലേജുകളെയും സൈനോവിയൽ ദ്രവങ്ങളെയും നമ്മുടെ പ്രതിരോധ സംവിധാനം നശിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. സന്ധികളെ ബാധിക്കുന്ന ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. സോറിയാസിസ് ത്വക്കിനെ ബാധിക്കുന്ന ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, നമ്മൾ അതിനെ സന്ധിവാദം എന്ന് പറയും. കറക്റ്റ് ആണ് സുമയ്യ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നമ്മളെ മൈലിൻ ഷീത്തിനെ അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. ഓക്കെ. അതുപോലെ അലോപേഷ്യ ഏരിയോട്ട നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ബാധിക്കുന്ന ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. മയോസ്റ്റിസ് എന്ന് പറയുന്ന രോഗം അത് പേശികളെ ബാധിക്കുന്ന ഒരു സ്വയം പ്രതിരോധ രോഗമാണ് മയോസ്റ്റിസ്. ഓക്കെ. അപ്പൊ ഇത് ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ ആണെങ്കിൽ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പറ കുട്ടികളെ, ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. SCERT നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം SCERT തന്നെയാണ്, സ്കൂൾ ടെക്സ്റ്റ് തന്നെയാണ്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ത് രോഗമാണ്? പറഞ്ഞേ, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ത് രോഗമാണ് കുട്ടികളെ? കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ത് രോഗമാണ്? ജനിതകമാണോ? സ്വയം പ്രതിരോധ വൈകല്യമാണോ? തൊഴിൽജന്യ രോഗമാണോ? ജീവിതശൈലി രോഗമാണോ? എന്താണ് കുട്ടികളെ? കാർപ്പൽ ടണൽ സിൻഡ്രോം തൊഴിൽജന്യ രോഗമാണ്. എന്താ കുട്ടികളെ? തൊഴിൽജന്യ രോഗമാണ്. എന്ത് അധികമായി ഉപയോഗിക്കുന്നവർക്കാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം വരുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? കൈപ്പത്തി ഉണ്ടല്ലോ, കൈപ്പത്തിക്ക് ആയാസം ഉണ്ടാകുന്ന ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് വരുന്ന രോഗമാണ് എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. കൈപ്പത്തിക്ക് ആയാസം കൂടുതലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. മൗസ്, ഓക്കെ, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാർ കൈപ്പത്തി. ഓക്കെ, നമ്മളും കൈപ്പത്തി ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്താണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഈ പേനിട്ട് എഴുതി നമ്മുടെ ഈ ഒരു ചില ആൾക്കാരുടെ ഈ നടുക്കത്തെ വിരലിന്റെ ഈ ഒരു ഭാഗത്തൊരു കുഴിവ് കാണും. ഓക്കെ, എനിക്ക് ചെറുതായിട്ടുണ്ട് നടുക്കത്തെ വിരലിന്റെ ഈ ഒരു ഭാഗത്ത്, കേട്ടാ. നിങ്ങൾ നോക്കിയാൽ മതി, പേന നമ്മൾ ഉപയോഗിച്ച്. ഓക്കെ, അതുപോലെ ഉണ്ടാവുന്ന മറ്റൊരു രോഗമാണ് എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, ശരി. അടുത്തുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. സിലിക്കോസിസ് എന്താണ്? സിലിക്കോസിസ് എന്ത് രോഗമാ? പിള്ളേരെ, സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തൊഴിൽജന്യ രോഗമാണ്. സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് ആരെയാണ് ബാധിക്കുന്നത്? സിലിക്കോസിസ് പിള്ളേരെ കറക്റ്റ് ആണ്. കനികളിലും അതുപോലെ പാറമടകളിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്. കനികളിലും പാറമടകളിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് സിലിക്കോസിസ്. അടുത്ത് ആസ്ബസ്റ്റോസിസ് എന്താണ്? ആസ്ബസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ?
ആസ്ബസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ തൊഴിൽജന്യ രോഗമാണ്. അത് എവിടെ ജോലി ചെയ്യുന്ന ആസ്ബസ്റ്റോസ് ഫാക്ടറികൾ അല്ലേ? നമ്മൾ ആസ്ബസ്റ്റോസ് ഷീറ്റുകളുണ്ട്. ഞാൻ മുമ്പ് ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. കാരണം അതിലെ പൊടി നമ്മുടെ ശ്വാസകോശത്തിന് തകരാറുണ്ടാക്കുന്ന രോഗമാണ്. ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ നമ്മളെ വീട് നിർമ്മാണത്തിനും വീട്ടിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിന് തകരാറുണ്ടാക്കുന്ന ഒരു കണ്ടന്റ് അതിലുണ്ട്, ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത്. അപ്പം ആ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന ഒരു തൊഴിൽജന്യ രോഗമാണ് എന്ന് പറയുന്നത് ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തൊഴിൽജന്യ രോഗങ്ങളാണെന്ന് മനസ്സിലാക്കുക. കാർപ്പൽ ടണൽ സിൻഡ്രോം, സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ് എന്നിവ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മീനമാത മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗമാണ് മീനമാത രോഗം ബാധിക്കുന്നത് ഏത് മൂലകവുമായി ബന്ധപ്പെട്ടാണ്? മീനമാത മെർക്കുറിയാണ് അല്ലെ? മെർക്കുറിയാണ്. ഓക്കെ അല്ലെ? അതുപോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു രോഗമാണ് പ്ലംബിസം. ഇതൊക്കെ റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ്. പ്ലംബിസം ലെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗമാണ് പ്ലംബിസം. ലെഡുമായി ബന്ധപ്പെട്ടുള്ള രോഗമാണ് പ്ലംബിസം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് ഇത്തായി രോഗം. ഇത്തായി രോഗം കാഡ്മിയം. ഏതാണ് കുട്ടികളെ? കാഡ്മിയം. ഇത്തായി രോഗം ഏതാണ്? കാഡ്മിയം. അതുപോലെ ബ്ലൂ ബേബി സിൻഡ്രോം കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിന് ചോദിച്ചതാണ്. ബ്ലൂ ബേബി സിൻഡ്രോം ഇതിന് കാരണമാകുന്നത് എന്ത് വിഷബാധയാണ്? ബ്ലൂ ബേബി സിൻഡ്രോം ആർക്ക് പറയാം? ബ്ലൂ ബേബി സിൻഡ്രോം വളരെ നൈട്രേറ്റ് വിഷബാധ അല്ലേ? നൈട്രേറ്റ് വിഷബാധ. ബ്ലൂ ബേബി സിൻഡ്രോം നൈട്രേറ്റ് വിഷബാധ കാരണമാണ് ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാകുന്നത്. നൈട്രേറ്റ് വിഷബാധ. ഓക്കെ. ബ്ലൂ ബേബി സിൻഡ്രോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തില് ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലമാണ് നമുക്ക് എന്തുണ്ടാകുന്ന കുട്ടികളെ? ഈ പറയുന്ന ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? നൈട്രേറ്റിന്റെ കണ്ടാമിനേഷൻ കാരണമാണ് നമുക്ക് ഈ പറയുന്ന ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാകാം കേട്ടോ, ബ്ലൂ ബേബി സിൻഡ്രോം. ഓക്കെ. നമുക്കായാലും നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാല് കേട്ടോ, നമുക്ക് ഈ പറയുന്ന എന്തുണ്ടാവും? ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൽ നീല കളർ ഉണ്ടാവും കേട്ടോ. അപ്പൊ മീനമാത മെർക്കുറി, പ്ലംബിസം ലെഡ്, ഇതായി കാഡ്മിയം, ബ്ലൂ ബേബി സിൻഡ്രോം, നൈട്രേറ്റ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ നൈട്രേറ്റ് വിഷബാധ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. കുറച്ചു നേരം ഒന്ന് മൂക്ക് പൊത്തിപ്പിടിച്ച് നോക്കിയാൽ മതി, മൂക്കും വായും പൊത്തിപ്പിടിച്ച് നോക്കിയാൽ മതി, നീല കളർ ആവുന്നുണ്ടോ ഇല്ലേ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. നമുക്കറിയാൻ പറ്റൂലായിരിക്കും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, ഇത്രയും നേരം പൊക്കോണ്ടിരുന്നത് ഒരു വല്ലാത്തൊരു ഏരിയയിലൂടെ നമ്മൾ പൊക്കോണ്ടിരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത് ചാടാൻ പോകുന്നത് അടുത്ത് വേറൊരു സ്ഥാനത്തേക്കാണ്. ഓക്കെ, വലിയ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇയാളുടെ രോഗങ്ങളൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് അങ്ങോട്ട് ചിന്തിച്ച് കഴിയും മുമ്പേ അടുത്ത സാധനം വരാൻ പോവുകയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ തരണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. PSC ചോദ്യം മാറ്റാൻ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ പിള്ളേരെ. സോ നമ്മൾ പഠിക്കും. ഓക്കെ, ഒന്ന് അറ്റൻഡ് ചെയ്തേ പിള്ളേരെ.
ഇത് ഈ ക്വസ്റ്റ്യൻ +1 ആണ്. +1 ഇത് +1 ബയോളജിയില് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. +1 ബയോളജി ബയോമോളിക്യൂൾസ് ആണ് കേട്ടോ. +1 ബയോളജിയിൽ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതാണ് വന്നത്. ഓക്കെ അല്ലേ? നോക്കാം. ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ സെക്കൻഡറി ബോളിറ്റീസ് എന്ന് പറയും. ഓക്കെ, സെക്കൻഡറി മെറ്റബോളിറ്റീസ് എന്ന് പറയും. ഓക്കെ, വളരെ എന്താണ് ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം, ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങള് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ആ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ശിഥിലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ശരീരത്തിൽ സ്കിന്ന് നിർമ്മിക്കപ്പെടുന്നില്ലേ പിള്ളേരെ? നമ്മുടെ ശരീരത്തിൽ സ്കിന്ന് നിർമ്മിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ രക്തം നിർമ്മിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ RBCയുടെ ആയുസ് 120 ദിവസമാണെന്നും WBCയുടെ ആയുസ് 15 ദിവസമാണെന്നും അതുപോലെ പ്ലേറ്റ്ലെറ്റിന്റെ ആയുസ് 7 മുതൽ 10 ദിവസം വരെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഈ സമയമാകുമ്പോൾ പുതുതായി നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതെല്ലാം നശിക്കപ്പെടുന്നുണ്ട്. RBC നശിക്കപ്പെടുന്നുണ്ട് 120 ദിവസം ആകുമ്പോഴ്, WBC നശിക്കപ്പെടുന്നുണ്ട് 15 ദിവസം ആകുമ്പോഴ്, പ്ലേറ്റ്ലെറ്റുകൾ 7 മുതൽ 10 ദിവസം കഴിയുമ്പോൾ നശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം. നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ ശിഥിലീകരണ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ആ നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെയാണെന്ന് പറയുന്നത് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരു സാധനം പഠിക്കാനുണ്ട്. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. എന്താണ് പിള്ളേരെ ബേസൽ മെറ്റബോളിക് റേറ്റ്? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താണ്? ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പറഞ്ഞേ. ബേസൽ മെറ്റബോളിക് റേറ്റിനെ നേരിട്ട് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഏതാണ് കുട്ടികളെ? ഉപാപചയത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി ഏതാ? മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? മനസ്സിലായില്ലോ? വളരെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ തൈറോയിഡ്. മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഉപാപചയ ഗ്രന്ഥി ഏതെന്നോ മെറ്റബോളിക് ഗ്ലാൻഡ് ഏതെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് ആണ്. തൈറോയിഡിന്റെ പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് എന്ന് പറയുന്ന കുട്ടികളെ തൈറോക്സിൻ എന്ന് പറയും. ഏതാണ്? തൈറോയിഡിന്റെ പ്രധാനപ്പെട്ട ഹോർമോണുകളല്ലേ തൈറോക്സിനും ലെഫ്റ്റ് ആയിട്ട് വാ. തൈറോക്സിനും കാൽസിട്ടോണിനും ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രധാനപ്പെട്ട ഹോർമോണുകളല്ലേ? ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മണി ഏകദേശം 8 മണിയാകാറായി അല്ലേ? 8 മണിയാകാറായി. നിങ്ങൾ ഒരു 10 മണിയാകുമ്പോൾ, അല്ല വേണ്ട, ഒരു 11 മണിയാകുമ്പോൾ, അതുമല്ല ഒരു 12 മണിയാകുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി കിടക്കും? 12 മണിയാകുമ്പോൾ, ഞാൻ 12 ആവറേജിട്ട് പറയണം. ഇപ്പോഴത്തെ ഒരു PSC പഠിക്കുന്ന ആൾക്കാര്, പിന്നെ അല്ല ഇപ്പോഴത്തെ ഒരു യുവാക്കളുടെ ഒരു ഉറങ്ങാൻ കിടക്കുന്ന പ്രായം, മിനിമം പ്രായമുള്ള സമയം, നമ്മളൊരു 12 മണിയും കിടക്കുകയാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു 12 മണിക്ക്. കറക്റ്റ് അല്ലേ? 12 മണിക്ക് ഉറങ്ങാൻ അല്ലേ? 10 മണിക്ക് ഉറങ്ങുന്നവരുണ്ടോ? 10 മണിക്ക് ഉറങ്ങുന്നവരുണ്ടോ? 10 മണിക്ക് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ
ഉണ്ട്, 10 മണിക്ക് ഉറങ്ങുന്നവരുണ്ട്. ഓക്കെ. ഇപ്പൊ രാത്രി മെസ്സേജ് അയക്കാനും ചാറ്റ് ചെയ്യാനും അടിയുണ്ടാക്കാനും പിണങ്ങിയിരിക്കാനൊന്നും ആൾക്കാരില്ലാത്ത ആൾക്കാർ 10 മണിയാകുമ്പോൾ ഉറങ്ങും. ഓക്കെ. 11 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ടോ? 11 മണിക്ക് ഇറങ്ങുന്ന ആൾക്കാര്? 11 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓക്കെ, വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു, കുറച്ച് പഠിക്കാനിലൊക്കെ പഠിച്ചു കഴിഞ്ഞു, 11 മണിക്ക് കയറി കിടന്ന് ഉറങ്ങും. ഓക്കെ. ആ ഇനി കല്യാണമൊന്നും കഴിഞ്ഞില്ല, അത്യാവശ്യം ചാറ്റ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ. ഇതിൽ അടിയൊക്കെ കൂടിയിട്ട് ഇതിൽ ഡിപ്രഷനോ അതൊക്കെ കാണിക്കാനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു 12 ഒരു മണിയൊക്കെ ഉറങ്ങും. ഓക്കെ. എപ്പോഴായിക്കോട്ടെ, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി എനർജി യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി എനർജി യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ കുട്ടികളെ? ഉണ്ട്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഊർജം മാത്രം ശരീരം ഉപയോഗിക്കും. അതിനെ പറയുന്ന പേരാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. അതായത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹൃദയം നിലയ്ക്കുന്നുണ്ടാ? ഉണ്ടാ? ഉറങ്ങുന്ന സമയം നമ്മുടെ ഹൃദയം നിലയ്ക്കുന്നില്ല, ശ്വാസകോശം നിലയ്ക്കുന്നില്ല, കരള് പ്രവർത്തിക്കുന്നുണ്ട്, വൃക്ക പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും ഉറങ്ങുമ്പോൾ നോക്കിയാൽ മതി. ഇതെല്ലാം അറിയാൻ പറ്റൂല, ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും വേണമെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ. അതൊക്കെ പ്രവർത്തിക്കും. നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഉറങ്ങുമ്പോൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയെന്ന്? അപ്പൊ മറ്റൊരാൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ ഹൃദയവും നമ്മുടെ ഈ പറയുന്ന കരളും നമ്മുടെ ശ്വാസകോശവും വൃക്കയും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ടാണ്. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി എനർജി യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ജീവൻ നിലനിർത്താൻ ആവശ്യമായ എനർജി യൂസ് ചെയ്യും. അങ്ങനെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എനർജി യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ബേസൽ മെറ്റബോളിക് റേറ്റ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് തൈറോക്സിൻ ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് കുട്ടികളെ? തൈറോക്സിൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഉപാപചയത്തെ നേരിട്ട് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഒരു ജീവിയുടെ സാധാരണ വളർച്ചയും വികാസത്തെയൊക്കെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ആവശ്യമുള്ള ഘടകങ്ങളെയാണ് നമ്മൾ പ്രൈമറി മെറ്റബോളിറ്റസ് എന്ന് പറയുന്നത്. പ്രൈമറി മെറ്റബോളിസ് അല്ലെങ്കിൽ പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡുകൾ വരും, നൈട്രജൻ ബേസുകൾ വരും, അതുപോലെ ലിപ്പിഡുകൾ വരും. ഇതൊക്കെയാണ് പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ. ഓക്കെ അല്ലേ? പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ. അപ്പൊ ഞാന് ആ പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ആദ്യം അമിനോ ആസിഡുകളിൽ പ്രാഥമിക ഉപാപചയ വസ്തുവായി വരുന്നത് ഏതെന്നറിയോ? അലാനിൻ. ഏതാ കുട്ടികളെ? അലാനിൻ. ഓക്കെ. പ്രാഥമിക ഉപാപചയ വസ്തുവായി വരുന്ന, പ്രൈമറി മെറ്റബോളിറ്റ്സ് ആയി വരുന്ന അമിനോ ആസിഡാണ് അലാനിൻ. അപ്പൊ അലാനിൻ എവിടെ? അലാനിൻ ഇവിടെയുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തത്, പ്രാഥമികമായി വരുന്ന രണ്ടാമത്തതാണ് നൈട്രജൻ ബേസുകൾ. ഓക്കെ. നൈട്രജൻ ബേസുകൾ എന്ന് പറയുമ്പോൾ അഡിനിൻ വരുന്നുണ്ട്, അതുപോലെ യൂറിഡിനും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അഡിനിൻ എവിടെ പിള്ളേരെ? അഡിനിൻ ദാ ഇവിടെയുണ്ട്, അതുപോലെ യൂറിഡിൻ ദാ ഇവിടെയുണ്ട്. യൂറിഡിൻ ദാ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ മൂന്നാമതായിട്ട് ലിപ്പിഡുകൾ വരുന്നുണ്ട്. ലിപ്പിഡുകളില് ലെസിത്തിൻ. ഏതാ കുട്ടികളെ? ലെസിത്തിൻ. ഓക്കെ. ലെസിത്തിൻ. ക്ലിയർ ആണ്.
അപ്പൊ നമ്മുടെ ശരീരത്തിന് നേരിട്ട് ആവശ്യമുള്ള വളർച്ചയ്ക്കും വികാസത്തിനും മറ്റുമായിട്ട് ശരീരത്തിന് നേരിട്ട് ആവശ്യമുള്ള ഉപാപചയ വസ്തുക്കളെയാണ് പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രാഥമിക ഉപാപചയ വസ്തുക്കളായിട്ട് അമിനോ ആസിഡിൽ അലാനിൻ വരുന്നുണ്ട്. അമിനോ ആസിഡിൽ അലാനിൻ വരുന്നുണ്ട്. നൈട്രജൻ ബേസുകളിൽ അഡിനിനും യുറിഡിനും വരുന്നുണ്ട്. എടാ അഡിനിൻ അതുപോലെ തന്നെ യുറിഡിൻ, അഡിനിൻ അതുപോലെ തന്നെ യുറിഡിൻ വരുന്നുണ്ട്. അതുപോലെ ലിപ്പിഡുകളിൽ ലെസിത്തിൻ വരുന്നുണ്ട്. ലിപ്പിഡുകളിൽ ലെസിത്തിൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ, അതായത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നേരിട്ട് ആവശ്യമുള്ള ഘടകങ്ങളാണ് പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ. നേരിട്ട് ആവശ്യമുള്ള ഘടകങ്ങളാണ് പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ. അതിൽ അമിനോ ആസിഡിൽ അലാനിൻ, നൈട്രജൻ ബേസുകളിൽ അഡിനിനും യുറിഡിനും, ലിപ്പിഡുകളിൽ ലെസിത്തിൻ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? ഓക്കെ. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ശരീരത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ശരി, ഇനി അപ്പം പ്രാഥമിക മനസ്സിലായി, നമുക്ക് ദ്വിതീയത്തിലേക്ക് പോവാം. ദ്വിതീയത്തിലേക്ക് പോവാം കുട്ടികളെ. നമ്മളെ ചോദ്യം ഇവിടെ ദ്വിതീയമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തേലും നാലാമത്തേലും ഉള്ളത് പ്രാഥമികമാണ്. രണ്ടാമത്തേലും നാലാമത്തേലും ഉള്ളത് പ്രാഥമികമാണ്. നമുക്കിനി വേണ്ട ദ്വിതീയമാണ്. അപ്പോൾ ദ്വിതീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ശാരീരിക വളർച്ചയ്ക്കോ വികാസത്തിനോ നേരിട്ട് ആവശ്യമില്ല. ഇത് മരുന്നുകളായിട്ടും മറ്റുമൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. മരുന്നുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഈ ദ്വിതീയ ഉപാപചയ വസ്തുക്കള് സസ്യങ്ങളിൽ നിന്നോ ഫംഗസുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സസ്യങ്ങളിൽ നിന്നോ ഫംഗസുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പൂപ്പലുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ തുടങ്ങിയ അവയിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും നേരിട്ട് ആവശ്യമില്ല. ഔഷധമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് എന്ന് പറയുന്ന കുട്ടികളെ ഈ പറയുന്ന ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുള്ള ഒരു സാധനമുണ്ട്. കുർക്കുമിനും റെസിനും ഒക്കെ കണ്ടു കാണും. നിങ്ങൾ കുർക്കുമിനും റെസിനൊക്കെ കണ്ടു കാണും അല്ലെ? കുർക്കുമിനും റെസിനും ഒക്കെ. കുർക്കുമിൻ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? കുർക്കുമിൻ മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്. മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ കുർക്കുമിൻ ഒരു ദ്വിതീയ ഉപാപചയ വസ്തുവാണ്. അതുപോലെ റിസിൻ എന്താണ് കുട്ടികളെ? ഒരു ദ്വിതീയ ഉപാപചയ വസ്തുവാണ്. അതുപോലെ അബ്രിൻ, അതുപോലെ കോഡിൻ, ഇതൊക്കെ എന്താണ് കുട്ടികളെ? ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 4 എണ്ണം പഠിച്ചിരിക്കുക. അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ, ഇതാണ് ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ. ഓപ്ഷൻ സി ആണ് ആൻസർ 1ഉം 3ഉം. ഓപ്ഷൻ സി ആണ് ആൻസർ 1ഉം 3ഉം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും നേരിട്ട് ആവശ്യമുള്ള ഉപാപചയ വസ്തുക്കളെ പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുന്നു. നമ്മൾ അതിന്റെ പേരുകൾ പഠിച്ചു. അഡിനിൻ, അലാനിൻ, ലെസിത്തിൻ, യുറിഡിൻ. എന്നാൽ നേരിട്ട് ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും നേരിട്ട് ആവശ്യമില്ല. മരുന്നുകളായിട്ടോ മറ്റ് സപ്ലിമെന്റ് ആയിട്ടോ നമുക്ക് ആവശ്യമായി വരുന്നതാണ് ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ. ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുന്നത് മരുന്നുകളായിട്ടോ മറ്റ് സപ്ലിമെന്റ് ആയിട്ടോ നമുക്ക് ആവശ്യം വരുന്നതാണ്. അത് സസ്യങ്ങളിൽ നിന്നോ ഫംഗസുകളിൽ നിന്നോ സൂക്ഷ്മജീവികളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ നമ്മൾ പഠിച്ചു. അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ. അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ. ആ 4 പഠിച്ചിരിക്കുക. പിന്നെ മറ്റേ 4 പഠിച്ചിരിക്കുക നമ്മൾ പഠിച്ചു വെച്ചിട്ട്. ഓക്കെ അല്ലേ? അഡിനിൻ, യുറിഡിൻ, അലാനിൻ, ലെസിത്തിൻ. അഡിനിൻ, യുറിഡിൻ, അലാനിൻ, ലെസിത്തിൻ, ഇതൊക്കെ പ്രാഥമിക ഉപാപചയ വസ്തുക്കളും. അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ.
അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ എന്നിവ ദ്വിതീയ ഉപാപചയ വസ്തുക്കളുമാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അലാനിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. അഡിനിനും യുറിഡിനും നൈട്രജൻ ബേസുകളാണ്. അഡിനിനും യുറിഡിനും നൈട്രജൻ ബേസുകളാണ്. ലെസിത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡാണ്. ലെസിത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡാണ്. ഓക്കെ അല്ലേ? ശരി, വളരെ ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാം. നോട്ട് ചെയ്തുവെങ്കിൽ, പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്തുവെങ്കിൽ മുന്നോട്ട് പോകാം. ഓക്കെ, ഇതൊക്കെ എഴുതാൻ നല്ല പാടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഇതുവരെ PSC ഇങ്ങനെ ഒരു പാറ്റേണിലോട്ട് കയറി വന്നിട്ടില്ലാത്ത നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ്. നമ്മളത് എന്ത് ചെയ്തു, ഇപ്പൊ പഠിച്ചു. അപ്പൊ ഇനി ഇത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് വരെ, ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നത് വരെയും ഇത് ആരും റെഫർ ചെയ്തിട്ടില്ല. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന 90% ആൾക്കാരും എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ഇത് നോക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ അത് പഠിച്ചു, മനസ്സിലായ? ഇൻ കേസ് ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കൂടി നിങ്ങൾ ഇത് പഠിക്കണമായിരുന്നു. മനസ്സിലായ? അതാണ് വേണ്ടത്. പുതിയ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാനിപ്പോ ഇത് പഠിപ്പിച്ചു എന്നുള്ള ക്രെഡിറ്റ് പറയുന്നതല്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു പുതിയ ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന്റെ സോഴ്സ് തപ്പിപ്പിടിക്കുക. ആ ചോദ്യം എവിടെ നിന്ന് ചോദിച്ചു, അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അത് പഠിക്കുക. അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മത്സര ബുദ്ധിയോടെ തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. എത്ര പേര് റെഫർ ചെയ്യാൻ ശ്രമിച്ചു ഇത്? 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയ ആൾക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ.